ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ് ഇംഗ്ലീഷ് യൂണിറ്റ് 2 പേപ്പർ ബോട്ട് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. പേപ്പർ ബോട്ട് ആക്ടിവിറ്റീസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1. I load my little boats with shuli flower from our garden. The boy says many things about his hopes, wishes, plans and dreams. Now make sentences about the boy's dreams and hopes by matching the items in the columns meaningfully. നമ്മുടെ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാച്ചിങ് ഐറ്റംസ് എടുത്ത് നമ്മുടെ ബോയുടെ ഡ്രീംസും ഹോപ്സും ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവനെ കുറിച്ചാണ് അവൻ പറയുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യും. ഇപ്പോൾ ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട്സ് വിത്ത് ഷൂലി ഫ്ലവർ ഫ്രം അവർ ഗാർഡൻ. അതുപോലെ അവൻ എന്തൊക്കെ ചെയ്യും എന്നാണ് ഇവിടെ പറയേണ്ടത്. ജോയിൻ ദ ഐറ്റംസ് ഇൻ ദ കോളംസ് ആൻഡ് റൈറ്റ് മീനിങ് ഫുൾ സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ ഈ 3 കോളംസിലെയും ഐറ്റംസ് മീനിങ് ഫുൾ ആയിട്ട് തന്നെ മാച്ച് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. അതാണ് അവിടെ യോജിക്കുന്നത്. ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. ഞാൻ എൻ്റെ പേപ്പർ ബോട്ട് സ്ട്രീമിൽ അരുവിയിൽ ഒഴുക്കും. ഐ ഹോപ്പ് ദാറ്റ് someone will see my paper boats. I hope, ഞാൻ പ്രതീക്ഷിക്കുന്നു. someone will see my paper boats. ചിലരെല്ലാം എൻ്റെ പേപ്പർ ബോട്ട്സ് കാണുമെന്ന്. I bury my face in my arm. I write my name on the paper boat. ഞാൻ എൻ്റെ പേര് എൻ്റെ പേപ്പർ ബോട്ടിൽ എഴുതും. ആക്ടിവിറ്റി നമ്പർ 2. Read the following sentences. Write the word opposite in meaning to the word underlined. ഇവിടെ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ തന്ന സ്ഥലത്ത് എഴുതണം. ഡാഷ് ഇട്ട ഭാഗത്ത് അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം. കംപ്ലീറ്റ് ദ പസിൽ യൂസിങ് ദീസ് വേർഡ്സ്. ഈ വേർഡ്സ് ഉപയോഗിച്ച് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. നമ്പർ 1, അന്ന ഈസ് സ്മോൾ. സ്മോൾ എന്നാണ് അണ്ടർലൈൻ ചെയ്തിരുന്നത്. ബട്ട് ദ ബോയ് ഈസ്, സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ബിഗ്. അന്ന ലേൺഡ് ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ആൻറ്റ്. അന്ന എവിടുന്നാണ് ഇത്രയും നല്ല ശീലങ്ങൾ പഠിച്ചത്? അവളുടെ ആൻറ്റിയിൽ നിന്ന്. ഷീ ഡസൻറ്റ് ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. ഗുഡ് ഹാബിറ്റ്സ്, ഗുഡിൻ്റെ ഓപ്പോസിറ്റ് ബാഡ്. Number 3, Anna's father started for his office at dawn and returned home at dusk. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് ഓഫീസുണ്ട്. ഡോണിൻ്റെ ഓപ്പോസിറ്റാണ് ഡസ്ക്. ദ ബോയ് ലോഞ്ച്ഡ് ഹിസ് ബോട്ട്സ് ഡ്യൂറിങ് ദ ഡേ. ഡേ എന്നാണ് അണ്ടർലൈൻ ചെയ്തിരുന്നത്. ഹി ഡ്രീംഡ് അബൌട്ട് ഇറ്റ് അറ്റ് നൈറ്റ്. അവൻ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു രാത്രിയിൽ. ഡേ ഓപ്പോസിറ്റ് നൈറ്റ്. ദ ബോയ് പുൾഡ് ദ ബോട്ട്. ബോയ് പുൾഡ് ദ ബോട്ട്. അന്ന ബിക്കെയിം സാഡ്. അന്ന സാഡായി, സങ്കടമായി അന്നയ്ക്ക്. ആൻറ്റ് മെയ്ഡ് ബോട്ട്സ്. അന്ന ബിക്കെയിം ഹാപ്പി. സാഡിൻ്റെ ഓപ്പോസിറ്റാണ് ഹാപ്പി. നൗ കംപ്ലീറ്റ് ദ വേർഡ് ലാഡർ യൂസിങ് ദ വേർഡ്സ് വി ഹാവ് ഡിസ്കവേർഡ്. നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ലാഡർ, പസിൽ ലാഡർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ 1 എന്താണ്? ബിഗ് ആണ്. BIG, ബിഗ്. ഇനി നമ്പർ 2 താഴേക്ക് എന്താണ്? ഗുഡ്. അപ്പോൾ അവിടെ G അവിടെ തന്നെ ഉണ്ട്. OOD, ഗുഡ്. നമ്പർ 3 എന്താണ്? ഡോൺ. അപ്പോൾ D അവിടെ ഉണ്ട്. ഡോൺ, DAWN. എന്നാണ് ഇവിടെ 4ൽ വരുന്നത്. 4 എന്താണ്? നൈറ്റ്. N അവിടെ ഉണ്ട്. NIGHT. ഇനി 5 ഹാപ്പി.
എച്ച് അവിടെ ഉണ്ട്. APPY ഹാപ്പി. ഇനി ആക്ടിവിറ്റി നമ്പർ 3. അന്നാസ് പേപ്പർ ബോട്ട് സെയിൽഡ് ത്രൂ സെവറൽ പ്ലേസസ് ആൻഡ് സോ മെനി തിങ്സ്. അന്നയുടെ ഈ പേപ്പർ ബോട്ട് കുറേ സ്ഥലത്തുകൂടെ ഒഴുകി പോയി പല കാര്യങ്ങളും കണ്ടു. റീഡ് ഹൗ അന്നാസ് പേപ്പർ ബോട്ട് ഡിസ്ക്രൈബ്സ് ഇറ്റ്സ് എക്സ്പീരിയൻസസ്. അന്നയുടെ പേപ്പർ ബോട്ട് ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പറയുന്നത് എന്ന് കേട്ടു നോക്കൂ. അന്നയുടെ പേപ്പർ ബോട്ട് പറയാണ്, ഐ ആം എ പേപ്പർ ബോട്ട്. ഞാനൊരു പേപ്പർ ബോട്ടാണ്. അന്നാസ് ഓണ്ട് മെയ്ഡ് മീ. അന്നയുടെ ആൻറ്റിയാണ് എന്നെ ഉണ്ടാക്കിയത്. വൺ ഡേ അന്ന പുഷ്ഡ് മീ ഇൻ ടു എ സ്ട്രീം. ഒരു ദിവസം അന്ന എന്നെ സ്ട്രീമിലൂടെ ഒഴുക്കി വിട്ടു. ഐ സെയിൽഡ് അലോങ് ദ സ്ട്രീം. ഞാൻ സ്ട്രീമിനൊപ്പം ഒഴുകിപ്പോയി. ഐ സോ മെനി തിങ്സ്. ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? ഫ്ലവറിങ് പ്ലാന്റ്സ് ഡാൻസ്ഡ് ഓൺ ദ ഷോർ. പൂക്കൾ നൃത്തം ചെയ്യുന്നത് കണ്ടു. എവിടെയാണ്? സ്ട്രീമിൻ്റെ തീരത്ത്. എ ഫ്രോഗ് പൗൺസ്ഡ് ഓൺ മീ. ഒരു തവള എൻ്റെ മേലേക്ക് ചാടി. താങ്ക് ഗോഡ് ഐ വാസ് നോട്ട് ഓവർ ടേൺഡ്. ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസസ് വൈൽ ട്രാവലിംഗ്? റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാത്രയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതുക. കീപ്പ് ഇൻ മൈൻഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വെൻ യു റൈറ്റ്. നിങ്ങൾ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എവിടേക്കാണ് പോയത്? വെൻ ഡിഡ് യു ഗോ? നിങ്ങൾ എപ്പോഴാണ് പോയത്? ഹൂ വേർ വിത്ത് യു? ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? വാട്ട് ഡിഡ് യു സീ ഓൺ ദ വേ? വഴിക്ക് വെച്ച് നിങ്ങൾ എന്താണ് കണ്ടത്? വാട്ട് ഫുഡ് ഡിഡ് യു ഹാവ്? നിങ്ങൾ എന്ത് ഫുഡാണ് കഴിച്ചത്? വിച്ച് സൈറ്റ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? ഏത് കാഴ്ചയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഹൗ ഡിഡ് യു ഗോ? നിങ്ങൾ എങ്ങനെയാണ് പോയത്? ബൈ ബസ് ഓർ ബൈ ട്രെയിൻ? നിങ്ങൾ ട്രെയിനിനോ ബസ്സിനോ എങ്ങനെയാണ് പോയത്? ഹൗ വാസ് ദ ട്രിപ്പ്? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം നമുക്ക് എഴുതി നോക്കിയാലോ. ഐ വെൻറ്റ് ടു ദ മലമ്പുഴ ഡാം ലാസ്റ്റ് സൺഡേ ബൈ കാർ. ഞാൻ മലമ്പുഴ ഡാമിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച കാറിലാണ് പോയത്. വിത്ത് മൈ ഫാദർ മദർ ആൻഡ് സിസ്റ്റർ. ഓൺ ദ വേ വി സോ ടിപ്പൂസ് ഫോർട്ട്. വഴിക്ക് വെച്ച് ഞങ്ങൾ ടിപ്പുവിൻ്റെ കോട്ട കണ്ടു. മലമ്പുഴ ഡാം ഈസ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ്. മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ആൾസോ. അവിടെ ഒരു നല്ല പൂന്തോട്ടവും ഉണ്ട്. ഐ ലൈക്ക് ദ ചിൽഡ്രൻസ് പാർക്ക് വെരി മച്ച്. അവിടെയുള്ള ചിൽഡ്രൻസ് പാർക്ക് എനിക്ക് വളരെ ഇഷ്ടമായി. വി സ്പെൻഡ് ദർ ടിൽ ഈവനിങ്. ഞങ്ങൾ അവിടെ വൈകുന്നേരം വരെ ചെലവഴിച്ചു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ് വെൻ ഓൾ ദ ലൈറ്റ്സ് വേർ ഓൺ. എല്ലാ ലൈറ്റും ഓണാക്കിയപ്പോൾ, രാത്രിയിൽ എല്ലാ ലൈറ്റും ഓണാക്കിയപ്പോൾ അവിടെ നല്ല മനോഹരമായി തോന്നി. വി ഹാഡ് ഡിന്നർ അറ്റ് പാലക്കാട്. ഞങ്ങൾ പാലക്കാട് നിന്ന് ഡിന്നർ കഴിച്ചു. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. അത് നല്ല ട്രിപ്പായിരുന്നു. വി എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇനി ആക്ടിവിറ്റി നമ്പർ 4 നോക്കാം. ദ ബോയ്സ് ഡയറി. ആ ബോയിൻ്റെ ഡയറിയാണ് കേട്ടോ. ഏത് ബോയാണ്? ആ ഫാറ്റ് ബോയിൻ്റെ ഡയറി. നോക്കാം. അരുന്ധതി മെയ്ഡ് ബോട്ട്സ് ഫോർ ദ ബോയ്. അരുന്ധതി ബോയ്ക്ക് വേണ്ടി ബോട്ടുകൾ ഉണ്ടാക്കി. ഹി ഫെൽറ്റ് വെരി ഹാപ്പി. അവന് വളരെ സന്തോഷമായി. ഹി റോട്ട് ഹിസ് ഡയറി. അവൻ അവൻ്റെ ഡയറി എഴുതി. വാട്ട് വുഡ് ദ ബോയ് റൈറ്റ് ഇൻ ഹിസ് ഡയറി ദാറ്റ് ഡേ? ആ ദിവസം കുട്ടി എന്തായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? അന്ന് നടന്ന കാര്യങ്ങളാണ് അവൻ അതിൽ എഴുതേണ്ടത് അല്ലേ? ഓക്കെ. ടുഡേ ഐ വാസ് വാക്കിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് ദ സ്ട്രീം. ഐ സോ എ സ്മോൾ ഗേൾ floating a paper boat in the water. I threw a stone at it and overturned it. The girl ran away crying. She came back after some time with many boats. She gave me 2 boats. The girl's boat got stuck in the mud. I took it and gave it to her. She smiled. I also smiled. We became friends. I said sorry to her. Her name is
അന്ന. ഇത് മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? അടുത്തത് ആക്ടിവിറ്റി നമ്പർ 5. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ്. ഇവിടെ ഈ വിട്ടുപോയ ഭാഗത്ത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള വേർഡ് യൂസ് ചെയ്യണം. അന്ന ഹാഡ് ആൻ aunt. അന്നയ്ക്കൊരു ആൻറ്റി ഉണ്ട്. ഡാഷ് നെയിം വാസ് അരുന്ധതി. അവിടെ ഹേർ എന്നാണ് കൊടുക്കേണ്ടത്. ഹെർ നെയിം വാസ് അരുന്ധതി. വൺ ഡേ aunt അരുന്ധതി മെയ്ഡ് പേപ്പർ ബോട്ട്സ് ഫോർ അന്ന. ഒരു ദിവസം അന്നയ്ക്ക് വേണ്ടി അവർ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി. അന്ന പ്ലേഡ് വിത്ത് ദം. അന്ന അതുകൊണ്ട് കളിച്ചു. ഡാഷ് ബിക്കെയിം വെരി ഹാപ്പി. അവൾ നല്ല എവിടെ വേണ്ടത്? അവൾ ഷീ ബിക്കെയിം വെരി ഹാപ്പി. അന്ന വെൻറ്റ് ടു ദ സ്ട്രീം ആൻഡ് ലോഞ്ച്ഡ്. അന്ന സ്ട്രീമിലേക്ക് പോയി അവളുടെ ബോട്ട് ലോഞ്ച് ചെയ്തു അല്ലേ? ബോട്ട് ഇറക്കി. അപ്പോൾ അവളുടെ ബോട്ട് ഹെർ ബോട്ട്, ഹെർ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഡാഷ് മൂവ്ഡ് പ്രൗഡ്ലി. അത് അഭിമാനത്തോടെ നീങ്ങി. അത് ഇറ്റ് മൂവ്ഡ് പ്രൗഡ്ലി. എ ബോയ് കെയിം ദർ. ഒരു ആൺകുട്ടി അവിടേക്ക് വന്നു. ഡാഷ് ഡിസ്ട്രോയിഡ് ദ ബോട്ട്. ആരാണ് അത് നശിപ്പിച്ചത്? ബോട്ട്. ഹി ഡിസ്ട്രോയിഡ് ദ ബോട്ട്. അന്ന സ്റ്റേർഡ് അറ്റ് ഹിം ആംഗ്രിലി. അന്ന അവനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. ഡാഷ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർ ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. aunt അരുന്ധതി വെൻറ്റ് ടു ഹെർ ആൻഡ് കൺസോൾഡ് ഹെർ. അരുന്ധതി അവളെ ആശ്വസിപ്പിച്ചു. കൺസോൾഡ് ഹെർ എന്നാണ് അവിടെ വേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 6. റീഡ് ദ ഫോളോയിങ് ഡയലോഗ്സ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ എക്സ്ചേഞ്ചസ് യൂസിങ് വൈ ഷുഡ് ഇൻ ദ ഗിവൺ സ്പേസസ്. വൈ ഷുഡ് എന്ന് ചേർത്തിട്ട് ഈ ഡയലോഗുകളെയൊക്കെ മാറ്റി എഴുതണം. ഐ വിൽ സ്കോൾഡ് ദ ബോയ്. ഐ വിൽ സ്കോൾഡ് ദ ബോയ്. ഞാൻ അവനെ ശകാരിക്കും. വൈ ഷുഡ് യു സ്കോൾഡ് ദ ബോയ്? എന്താണ്? നീ എന്തിനാണ് അവളെ ശകാരിക്കുന്നത്, അവനെ ശകാരിക്കുന്നത്? ഐ വിൽ മേക്ക് 2 ബോട്ട്സ് ഫോർ ഹിം. ഞാൻ അവന് വേണ്ടി 2 ബോട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ വൈ ഷുഡ് ചേർത്ത് എഴുതണം. വൈ ഷുഡ് യു എന്താ വേണ്ടത്? വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? അടുത്തത് ഐ വിൽ ഗ്രാബ് ദ ബോട്ട്. ഞാൻ ആ ബോട്ട് തട്ടിപ്പറിക്കും. അപ്പോഴെന്താണ് എഴുതേണ്ടത്? വൈ ഷുഡ് യു ഗ്രാബ് ദ ബോട്ട്? നീ എന്തിനാണ് ബോട്ട് തട്ടിപ്പറിക്കുന്നത്? ഐ വിൽ ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം. ഞാൻ ആ സ്ട്രീമിൽ നിന്ന് ആ ബോട്ട് എടുക്കും. വൈ ഷുഡ് യു ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം? നീ എന്തിനാണ് അവിടെ നിന്ന് ബോട്ട് എടുക്കുന്നത്? വൈ ഷുഡ് യു ചേർത്ത് എഴുതാൻ മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.